ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ടെക് ലയർ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്നറിയോ? ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കേട്ടുള്ള ഒരു വാക്കായിരിക്കും ഹാക്ക് ചെയ്തു, അല്ലെങ്കിൽ ഹാക്ക് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ ഹാക്ക് ചെയ്യുക എന്നൊക്കെ. അപ്പം ഈ ഒരു സംഭവം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്നറിയോ? നമ്മുടെ അശ്രദ്ധ മൂലമാണ് ഈ ഒരു സംഭവമൊക്കെ ഉണ്ടാകുന്നത്. നിങ്ങളൊരു കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ കാര്യമൊക്കെ ഉറപ്പായിട്ട് അറിഞ്ഞു വെക്കുക. നിങ്ങളുടെ സിസ്റ്റത്തെ ഹാക്കിങ്ങിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് അതിനുള്ളിൽ തന്നെ ഇൻബിൽട്ടായിട്ട് സെറ്റിങ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആ സംഭവം എല്ലാം ഓഫ് ചെയ്ത് വെക്കും. ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ഇതിനെപ്പറ്റി എന്നറിയോ? ആൻറ്റി വൈറസ്. അതായത് പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് പൈസ കൊടുത്ത് ആൻറ്റിവൈറസിനെ മേടിക്കുക. അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. കാരണം ആൻറ്റിവൈറസ് എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ സിസ്റ്റം മേടിക്കുമ്പോൾ തന്നെ അതിലുണ്ട്. അല്ലെങ്കിൽ വിൻഡോസ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് അത് ഇൻബിൽറ്റായിട്ട് തന്നെ ആൻറ്റിവൈറസ് ഉണ്ട്. അത് വെച്ചുകൊണ്ട് നിങ്ങൾ വെളിയിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വെളിയിൽ നിന്ന് അവർ പറയും ഞങ്ങൾ ആൻറ്റിവൈറസ് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, 1 വർഷത്തെ ഫ്രീ ആയിട്ടുള്ള സബ്സ്ക്രിപ്ഷനൊക്കെ നിങ്ങൾക്ക് തരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ആൻറ്റിവൈറസ് 1 വർഷം യൂസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറൊക്കെ മേടിച്ച് 1 വർഷം കഴിയുമ്പോൾ അത് റിന്യൂ ചെയ്യാനുള്ള നോട്ടിഫിക്കേഷനൊക്കെ വരും. അങ്ങനെ നമ്മൾ ഓർക്കും, ഇത് കളയുവാണെന്നുണ്ടെങ്കിൽ ഫുള്ളും വൈറസൊക്കെ കയറുമോ, അങ്ങനെ സംഭവമൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ നമ്മൾ പേടിക്കും. പക്ഷെ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ മേടിക്കുന്ന സമയത്ത്, അതായത് നമ്മൾ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ മേടിക്കുന്ന സമയത്ത് അതിന് ഇൻസ്റ്റാൾ ചെയ്യുന്ന വിൻഡോസിൻ്റെ ജെനുവിൻ വേർഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ ഉറപ്പായിട്ടും വിൻഡോസിൻ്റെ ഡിഫൻഡർ എന്ന് പറയുന്ന ആൻറ്റിവൈറസ് ഉണ്ട്. നിങ്ങൾ സെക്കൻഡറി ആയിട്ട് ഏതൊരു ആൻറ്റിവൈറസ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്നതെങ്കിലും എത്രയോ ബെറ്ററാണ് ഈ ഒരു വിൻഡോസിൻ്റെ ഡിഫൻഡർ. അപ്പം ഈ ഒരു സംഭവം നമ്മൾ ടേൺ ഓഫ് ചെയ്യാറുണ്ട്. എപ്പോഴാണെന്നറിയാമോ? നമ്മൾ ക്രാക്ക് ആപ്ലിക്കേഷന് അല്ലെങ്കിൽ ക്രാക്ക് ഫയൽസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തൊക്കെ, ഇപ്പം ഒരു എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, ഇപ്പോൾ പ്രീമിയർ പ്രോ ആയിക്കോട്ടെ, അതിൻ്റെ ഒറിജിനൽ പർച്ചേസ് ചെയ്യുന്ന എന്തിനാണ്? അതിന് ക്രാക്ക് അവൈലബിൾ ആണല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കും. അപ്പോൾ നമ്മുടെ ഡിഫൻഡർ അല്ലെങ്കിൽ വിൻഡോസിൻ്റെ ഒരു സെക്യൂരിറ്റി എന്ന് വെച്ചാൽ അതിനകത്ത് വൈറസ് ഫയൽ ഉണ്ട് എന്ന് പറഞ്ഞ് അപ്പം തന്നെ എടുത്ത് കളയും ആ ഒരു വൈറസ് ഫയലിനെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മാനുവലി പോയിട്ട് ആ ഒരു വിൻഡോസിൻ്റെ ഡിഫൻഡറും ഫയർവാളും എല്ലാം ഓഫ് ചെയ്ത് വെക്കും. എന്നിട്ട് പിന്നെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പം ആപ്ലിക്കേഷൻ പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ആകും, റൺ ആകും. പക്ഷേ അതിൻ്റെ അകത്തുള്ള വൈറസ് കണ്ടൻറ്റ് അപ്പോഴും അവിടെ തന്നെ കിടക്കും. സോ നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു കാര്യത്തിന്, നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ആ ഒരു ആൻറ്റിവൈറസ് ഓഫ് ചെയ്ത് വെക്കുന്നത്. അതിലൂടെയായിരിക്കും നമ്മുടെ സിസ്റ്റത്തിലേക്ക് വൈറസ് കയറുന്നതും ഹാക്ക് ആകുന്നതും, അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റാസ് എല്ലാം ഓരോരുത്തരെടുത്തുകൊണ്ട് പോകുന്നതും. നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് അങ്ങനെ പോകും, നമ്മുടെ ഇൻസ്റ്റാഗ്രാം അങ്ങനെ പോകും, നമ്മുടെ വാട്സപ്പ് അങ്ങനെ പോകും, നമ്മുടെ ടെലിഗ്രാം അങ്ങനെ പോകും, നമ്മുടെ ഇമെയിൽ, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ അക്കൗണ്ട്സും അല്ലെങ്കിൽ എല്ലാ സംഭവവും ഡേറ്റാസ് എല്ലാം പോകും. സോ ഇതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്ന് നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കാം. എന്നിട്ട് ഇതിൻ്റെ ഗുണങ്ങളും ഇതിൻ്റെ സംഭവങ്ങളും ഇതിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉള്ളതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് തന്നെ നിങ്ങളുടെ സിസ്റ്റം സെക്യൂർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് സെക്യൂരിറ്റി എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വിൻഡോസ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വരുന്നത് കാണാൻ പറ്റും. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ന്യൂ വിൻഡോ തുറന്നു വരും. ഇതിൻ്റെ അകത്ത് നമുക്ക് വൈറസ് ആൻഡ് ത്രെഡ് പ്രൊട്ടക്ഷൻ ഉണ്ട്, അക്കൗണ്ട് പ്രൊട്ടക്ഷൻ ഉണ്ട്, ഫയർവാൾ ഉണ്ട്, ആപ്സ് ആൻഡ് ബ്രൗസർ കൺട്രോൾ ഉണ്ട്, ഡിവൈസ് സെക്യൂരിറ്റി ഉണ്ട്, ഡിവൈസ് പെർഫോമൻസ് ഹെൽത്ത് ഉണ്ട്, അങ്ങനെ പറഞ്ഞ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഈ പച്ച ടിക്ക് വീണ് കിടക്കുന്നുണ്ടോ? അതിനർത്ഥം നമ്മുടെ സിസ്റ്റത്തിൽ ഇതുവരെ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല എന്നാണ്. അതായത് ഈ വൈറസ് ത്രെഡ് ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന സംഭവം ഓൺ ആകുന്നിടത്തോളം കാലം നമ്മുടെ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു വൈറസ് കയറിയിട്ടുണ്ടെങ്കിൽ അതപ്പോൾ തന്നെ ഈ ഒരു വിൻഡോസിൻ്റെ ഡിഫൻഡർ സ്കാൻ ചെയ്ത് അതിനെ അവിടുന്ന് അതായത് അതിനെ ജസ്റ്റ് ഒന്ന് ക്വാറൻറ്റൈൻ ചെയ്ത് വെക്കും, എങ്ങോട്ടേലും മാറ്റി വെക്കും. അത് അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ബാക്കിയുള്ള സിസ്റ്റത്തെയും ഫയൽസിനെ അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ ബേസിക്കലി നമ്മൾ ക്രാക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോഴ്സ് ചെയ്തുകൊണ്ട് ഈ ഒരു സംഭവം ഓഫ് ചെയ്യും. അതായത് വിൻഡോസിൻ്റെ ഈ ഒരു വൈറസ് ആൻഡ് ത്രെഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചെയ്യും. ഇത് ഓഫ് ചെയ്താൽ മാത്രമേ നമുക്ക് ബേസിക്കലി ഒരു ക്രാക്ക് ചെയ്ത ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വൈറസ് കണ്ടെയ്ൻ ചെയ്യുന്ന, മാൽവെയർ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പോയി ഈ ഒരു സംഭവം എല്ലാം ഓണാക്കിയത്. ഇതെല്ലാം ഓണാക്കുന്ന അടുത്ത സെക്കൻഡ് തന്നെ നിങ്ങളുടെ സിസ്റ്റത്തിൽ വല്ല വൈറസോ അല്ലെങ്കിൽ വല്ല ക്രാക്ക് ആപ്ലിക്കേഷനിൽ മാൽവെയറോ വല്ലതും ഉണ്ടെങ്കിൽ അപ്പം തന്നെ അതിനെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയും. സോ ഈ ഒരു സംഭവം എല്ലാം ടിക്കാണ് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഒന്നും ടിക്കല്ല, അല്ലെങ്കിൽ ഇൻറ്റു മാർക്ക് വന്ന് കിടപ്പുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എല്ലാം ഓൺ ചെയ്ത് വിടുക. ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും നമ്മുടെ സേഫ്റ്റിക്കും നമ്മുടെ ഡേറ്റാസിനും കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു ക്രാക്ക് ആപ്ലിക്കേഷൻ തന്നെ യൂസ് ചെയ്യണം. പൈസ കൊടുക്കാൻ ഒട്ടും പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ക്രാക്ക് ചെയ്ത ആപ്ലിക്കേഷൻ്റെ മാൽവെയർ ഇല്ലാത്ത അല്ലെങ്കിൽ വൈറസ് ഇല്ലാത്ത വെർഷൻസും അവൈലബിൾ ആണ്.
അപ്പോൾ അതും നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. സെർച്ച് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. അല്ലെ പഴയ വെർഷൻസ് ഒന്ന് എടുത്ത് നോക്കുക. അതിലെല്ലാം മാൽവെയറും വൈറസും ഇല്ലാത്ത വെർഷൻസൊക്കെ ട്രാക്ക് ചെയ്ത് റിലീസ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലാണ്ട് ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെർഷനല്ലേ ഇതിൻ്റെ അകത്ത് ഒരു മാൽവെയർ അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് വിടുവാണെങ്കിൽ ആ ഒരു മാൽവെയർ ആയിരിക്കും നിങ്ങളുടെ ഡേറ്റാസ് ഫുള്ളും തൂക്കിക്കൊണ്ട് പോകാൻ പോകുന്നത്. സോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ അടുത്തൊരു വീഡിയോയിൽ പിന്നെ കാണാം.